വണ്ടി തെറ്റുമ്പോൾ 27 സങ്കീർത്തനം 1 മുതൽ 14 വരെ. ചിന്തയ്ക്കായിട്ട് 13-14 വാക്യങ്ങൾ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് ലഭിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു യുക്തിവാദി പറയും അത് പ്രത്യേക കാരണമൊന്നും കൂടാതെ നടക്കുന്ന ആകസ്മിക സംഭവം മാത്രമാണെന്ന്. എന്നാൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുക, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന വാക്തത്വ നിവൃത്തിയായിട്ടായിരിക്കും അതെന്ന് ഗാർണർ ഹണ്ടിങ് എന്ന എഴുത്തുകാരൻ പറയുന്നു. അതേ ഒരു സംഭവകഥ ഉച്ചരിച്ചുകൊണ്ട് ഈ ആശയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയാണ് ജെയിംസ്. മാനേജറുടെ നിർദ്ദേശമനുസരിച്ച് അൽബനിയിലേക്ക് പോകുകയായിരുന്നു ആ യുവാവ്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര ഇടപാടിന് വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. ജെയിംസ് വളരെ ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. തീവണ്ടി കിട്ടണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ പല പ്രതിബന്ധങ്ങൾ അപ്രതീക്ഷിതമായി വഴിയിൽ നേരിടേണ്ടി വന്നു. ജെയിംസ് പിന്നെയും പ്രാർത്ഥിച്ചു. എന്നാൽ വിശ്വാസം ഉണ്ടായിരുന്ന താൻ സ്റ്റേഷനിലെത്തിയപ്പോഴേക്ക് വണ്ടി വിട്ടുകഴിഞ്ഞിരുന്നു. ദൈവമേ, എനിക്കത് തരണേ എന്നിങ്ങനെയുള്ള അർത്ഥനകളുടെ അറുതിയില്ലാത്ത ചങ്ങലയായിരിക്കും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന. ട്രെയിൻ കിട്ടണേ, ഇടപാടുകൾ വിജയിപ്പിക്കണമേ, ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനെ ഇടയാക്കണേ എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളുടെ പട്ടിക ദൈവത്തിന് മുമ്പിൽ നിരത്തി വയ്ക്കും. എന്നാൽ നാം ആശിക്കുന്നത് പോലെ ട്രെയിൻ കിട്ടാതെ വന്നാൽ, ഇടപാടുകൾ വിജയിക്കാതെ വന്നാൽ, ഉദ്യോഗത്തിൽ ഉയർച്ച കിട്ടാതെ വന്നാൽ നമ്മുടെ വിശ്വാസത്തിന് ഉലച്ചിൽ തട്ടാവുന്നതാണ്. ജെയിംസ് എന്താണ് ആ സമയത്ത് ചെയ്തതെന്നറിയാമോ? ട്രെയിനിൻ്റെയും തൻ്റെ ജോലിയുടെയും കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് വിശ്വാസത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. നാം ആശിക്കുന്നത് പോലെ സംഭവിക്കാതിരിക്കുമ്പോൾ ദൈവത്തിലുള്ള അചഞ്ചല വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കഴിവിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ജെയിംസ് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെപ്പോലെ തന്നെ അൽബനിയിലേക്കുള്ള തീവണ്ടി കിട്ടാതെ വിഷമിച്ചു നിൽക്കുന്ന വേറൊരാളെ കാണാനിടയായി. തുല്യ ദുഃഖിതർ. അവർ വേഗം സുഹൃത്തുക്കളായി തീർന്നു. അടുത്ത വണ്ടിയിൽ അവർ ഒരുമിച്ച് യാത്ര ചെയ്തു. എന്നാൽ അത്ഭുതമെന്നല്ലാതെ എന്താണ് പറയുക? ജെയിംസ് ഏതൊരു വ്യാപാര സ്ഥാപനത്തിൻ്റെ മാനേജരെ കണ്ട് സംസാരിക്കുവാൻ പുറപ്പെട്ടിരിക്കുന്നുവോ ആ മാന്യനായിരുന്നു തുല്യദുഃഖിതനായ ആ സഹയാത്രികൻ. തീവണ്ടി കിട്ടാതെ വന്നതിൻ്റെ ദൈവോദ്ദേശം ജെയിനിന് ബോധ്യമാകാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? അദ്ദേഹത്തിൻ്റെ യാത്ര സഫലമായി. ഈ സംഭവകഥയിൽ ബഹുസഹസ്രം ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു നഗരത്തിൽ 2 പേർ ഒരേ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. 2 പേർക്കും ഒരേ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അവർ സുഹൃത്തുക്കളായി തീരുന്നു. ഇത് പ്രാർത്ഥനയുടെ ഫലമോ അതോ വെറും യാദൃശ്ചികമായി സംഭവിച്ചത് മാത്രമോ? ടെന്നിസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഈ ലോകം ഭാവന ചെയ്യുന്നതിനേക്കാൾ അധികം കാര്യങ്ങൾ പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്നു. അറുതിയില്ലാത്ത ദുഃഖ അനുഭവങ്ങളും ആശാഭംഗങ്ങളും നിറഞ്ഞ ജീവിത മരുഭൂമിയിൽ കുളിർമ നൽകുന്ന മരുപ്പച്ചയാണ് ദൈവവിശ്വാസം. ഓർക്കണമേ, യാദൃശ്ചികം എന്ന വാക്ക് ദൈവത്തിൻ്റെ നിഘണ്ടുവിലില്ല. സദൃശവാക്യം 3:5. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാൻ, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.